അസമിൽ ബീഫ് നിരോധനം വന്നിരിക്കുകയാണ്. നിരോധിച്ചതിന് BJP പറയുന്ന കാരണം കോൺഗ്രസ് ചോദിച്ചു, ഞങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട നേരത്തെ BJPക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് തന്നെ ഇപ്പോൾ ആസാമിൽ ബീഫ് നിരോധിക്കാൻ കാരണമായിരിക്കുന്നു എന്നാണ് BJP പറയുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ബീഫ് നിരോധനം നിലനിൽക്കുകയാണ്. ഇപ്പോൾ അസമും കൂടി അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ, അതായത് നമ്മുടെ ആഹാരത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയുള്ള ഒരു കൈകടത്തൽ, അത് ആരായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. ഇവിടെ ഇപ്പോൾ ആസാമിലെ ഈ ഒരു ബീഫ് നിരോധനത്തെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, ഇത് വളരെ ഗൗരവമായിട്ട് പൊതുസമൂഹം പരിശോധിക്കേണ്ടതാണ്. കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതികൾ, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിത പ്രക്രിയയുടെ ഭാഗമായിട്ട് സ്വകാര്യമായിട്ടവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വകാര്യമായി തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അനുവാദം നൽകലാണ് പൊതുവെ ഒരു മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള ജീവിതത്തിന് സഹായകരമായി തീരുന്നത്. അതിൽ ഒരു കാരണവശാലും പാർട്ടിയോ അതേപോലെ തന്നെ സർക്കാരോ ഇടപെടാനായിട്ട് പാടില്ല. അത് ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആധുനിക കാലത്ത് ജീവിക്കുന്ന സമയത്ത് കൂടുതൽ നാം പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ജീവിതത്തെ പറിച്ചു നടാനും അത്തരത്തിൽ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഒരാളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അയാൾക്ക് തീരുമാനിക്കാനായിട്ടുള്ള അവകാശം അയാളിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ജനാധിപത്യ അധികാരത്തിലേക്ക് കയറുന്നതിന് പ്രധാന ഘടകമായിട്ട് എപ്പോഴും നിൽക്കുന്നത് വർഗീയതയാണ്. മുൻകാലങ്ങളിൽ വർഗീയത പറയാതെ വർഗീയത ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വർഗീയത പറഞ്ഞ് വർഗീയത ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. അതായത് ഇന്ത്യയുടെ എക്കാലത്തെയും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പ്രകടമായിട്ടുള്ള രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഹേമന്ത് ബിശ്വ ശർമ്മ എന്ന BJPയുടെ ആസാം മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ ആസാമിലും എന്ത് വേണം, ബീഫ് നിരോധനം നടത്തണം. പക്ഷേ അദ്ദേഹം അത് ചെയ്തിരുന്നില്ല. അത് ചെയ്യും എന്ന് പലവട്ടം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നാളിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായി കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും, സാമഗ്രി എന്നാണ് അതിൻ്റെ പേര്, നിയമമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ BJP ജയിക്കുകയും ചെയ്തു. BJPയുടെ വിജയ ആഹ്ലാദം അവർ നടത്തിയത് ബീഫ് വിളമ്പിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ BJPക്ക് ബീഫിനോട് യാതൊരു എതിർപ്പുമില്ല. അത് തിരഞ്ഞെടുപ്പിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം എന്നതിനപ്പുറത്ത് അവർ അതിനെ എതിർക്കുന്നില്ല എന്നാണ് ഈ പ്രവൃത്തി കൊണ്ട് വ്യക്തമാക്കപ്പെട്ടത്. അപ്പോൾ എന്താ സ്ഥിതി? അവിടെ എന്താ സംഭവിച്ചത്? സാമഗ്രിയിലെ കോൺഗ്രസ് എല്ലാവരും കൂടി വലിയ ബഹളമായി. നിങ്ങൾ എന്തിനാണ് ബീഫ് വിളമ്പിയത്? ബീഫ് നിരോധിക്കൂ. ബീഫ് വിളമ്പി നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ നിങ്ങളുടെ കൂടെ നിർത്താനും നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഉള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞു, കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ബീഫ് നിരോധനം നടപ്പിലാക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലയിലേക്ക് ബീഫ് നിരോധനത്തിൻ്റെ ഉത്തരവാദിത്വം ഇറക്കി വെച്ച് ആസാമിൽ എന്ത് സംഭവിച്ചു? ബീഫ് നിരോധിച്ചു. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും യഥാർത്ഥത്തിൽ ബീഫിനെ എതിർക്കുകയോ ബീഫിനെ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തിരഞ്ഞെടുപ്പിനുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനുള്ള ഉപയോഗത്തിനുള്ള ഉപാധികൾ മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ബീഫ് നിരോധനത്തിന് വേണ്ടിയിട്ട് BJP ഇന്ത്യയിലെമ്പാടും വലിയ തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കേരളത്തിൽ CPMൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള SFIയും DYFI ഒക്കെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയാണ് ചെയ്തത്. ആ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത് ബീഫ് നിരോധനത്തിനെതിരായിട്ടുള്ള ഒരു വൈകാരിക അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കുറേ കഴിയുന്ന സമയത്ത് അത്
പന്നി ഫെസ്റ്റിവലായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ മതത്തിൻ്റെ ചിഹ്നങ്ങളായിട്ട്, വർഗീയതയുടെ ചിഹ്നങ്ങളായിട്ട് മാറിത്തീർന്നപ്പോൾ സംഭവിച്ച ദുരന്തങ്ങളായിട്ട് അതിനെ കണക്കാക്കേണ്ടത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ബീഫ് ഫെസ്റ്റിവലോ പന്നി ഫെസ്റ്റിവലോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ബീഫ് നിരോധനം എന്ന് പറയുന്നത് സർക്കാരും നിർവഹിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓരോരുത്തർ കഴിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ചൈനയിലെ ആളുകൾ പാമ്പിനെ വറുത്ത് തിന്നുന്നുണ്ട്. ഇന്ത്യക്കാരും പാമ്പിനെ വറുത്ത് തിന്നാൻ നടക്കുന്നില്ല. കാരണം അത് നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ, ഒരു എത്തനിക് ടേസ്റ്റിൻ്റെ പ്രശ്നമാണത്. അത് എത്തനിസിറ്റിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിടയിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു എന്താണ് അവരുടെ നമ്മളെ എത്തനിസിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സാംസ്കാരിക സവിശേഷതയാണ്. ഇപ്പോൾ നമുക്കറിയാം, നാഗാലാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് പട്ടി ഫ്രൈ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. നമ്മളിവിടെ ജീവിക്കുന്ന ഒരാൾ അങ്ങനെ അവിടെ പോയിട്ട് പട്ടി ഫ്രൈ കഴിഞ്ഞ് അയാൾ അറിയുന്നില്ല, അയാളെന്തോ നല്ല വേറെ എന്തോ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാംസമാണ്, അതിൻ്റെ ഫ്രൈ ആണെന്ന് കരുതി അയാൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടുംബാവനും വീട്ടുകാരൊക്കെ ഇരുന്ന് സംഭാഷണം നടത്തുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രൈ എന്ന് ചോദിക്കുന്ന സമയത്ത് നല്ലതായിരുന്നു എന്ന് ഈ കേരളീയനായ മനുഷ്യൻ പറയും. അയാളുടെ ജാതിയൊന്നും ഇവിടെ പ്രശ്നമില്ല. പക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാർ ഉടനെ പറയണം, അതെ അത്ര മൂക്കാത്ത പട്ടിയുടെ ഇറച്ചിയാണ് എന്ന് പറഞ്ഞ സമയം ഇയാൾ ഉടനെ ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ഒരു എത്തനിക് സെൻസിൻ്റെ ഒരു റിയാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല എന്ന് കരുതി കഴിച്ചു, പക്ഷേ അതാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഒരു സൈക്ക് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഛർദ്ദിച്ച് പോകുന്നത്. അത് മനുഷ്യൻ്റെ ടേസ്റ്റിൻ്റെ പ്രശ്നമാണ്, അവൻ്റെ എത്തനിസിറ്റിയുടെ പ്രശ്നമാണ്, ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അതിനൊന്നും ഒരു കാരണവശാൽ നിയമത്തിൻ്റെ പൂട്ടുകൊണ്ട് പൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സംസ്കാരങ്ങളിലൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ കൈകടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. BJP അവരുടെ അജണ്ട ജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളും കഴിക്കണ്ട എന്നുള്ള ഈ നിരോധനം എന്ന് പറയുമ്പോൾ അതാണല്ലോ, എല്ലാവരും അംഗീകരിക്കണമെന്നില്ലല്ലോ. ഒരു കാര്യം നിരോധിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ പലപ്പോഴും പ്രതിഷേധവുമായി രംഗത്തുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ പിതൃത്വം കോൺഗ്രസിൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് BJP ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും ഇത്തരം ഫെസ്റ്റിവലുകൾ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പല അധിക്ഷേപങ്ങളും ഈ ബീഫുമായി ബന്ധപ്പെട്ട് പല പേരുകളുമൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരം ഒരു നിരോധനം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്? എന്താണ്, ആരെ പ്രീതിപ്പെടുത്താനാണ് ഇത്തരം നിരോധനങ്ങൾ? പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ് ഇത്തരം BJP പല സംസ്ഥാനങ്ങളിലും ഇത്തരം നിരോധനങ്ങൾ. അവിടെയൊക്കെ ഈ പശു എന്നൊക്കെ പറയുന്നത് ഗോമാതാവും അല്ലെങ്കിൽ ദൈവവുമായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അവരെ ഒരു ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ ആരെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താൻ ബീഫ് വിളമ്പുന്നു, മറ്റൊരു ഭാഗത്ത് പിന്നെ ന്യൂനപക്ഷങ്ങളല്ലാത്തവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് നിരോധിക്കുകയും ചെയ്യുന്നു? അപ്പോൾ എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? അല്ല, BJP അതിലൂടെ ഉദ്ദേശിക്കുന്നത് BJPയുടെ വോട്ട് അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ അടിത്തറയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഹിന്ദുക്കളും ഒക്കെ ബീഫ് കഴിക്കുന്ന ആളുകൾ വളരെ വ്യാപകമാണ്. കാരണം നമ്മളുടെ ഒരു മിക്സഡ് കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഇന്ന ആൾ ഇന്നത് കഴിക്കും എന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു വന്ന കേരളത്തിൻ്റെ ഒരു വിഷയം ഒരിക്കലും നമ്മൾ ആൾ ഇന്ത്യ തലത്തിലുള്ള മനുഷ്യരുടെ ഈ ഭക്ഷണ സംസ്കാരവുമായിട്ട് അങ്ങനെ കൂട്ടിച്ചേർത്ത് സംസാരിച്ചാൽ അത്ര കൃത്യമായിരിക്കില്ല. കാരണം ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരിക്കലും ഞാൻ നൈനിറ്റാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയ സമയത്ത് ചോറ് ആവശ്യപ്പെട്ടപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് ഒരുതരം ചോറാണ് കൊണ്ടുവന്നത്. നമുക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മളുടെ രീതി അതല്ല, അതാണ് പ്രശ്നം. നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ നേപ്പാളിൽ ഒരിക്കൽ പോയ സമയത്ത് നമുക്ക് അവർ ചോറ് അതുപോലെ തന്നെ കറികളൊക്കെ കൊണ്ട സമയത്ത് നമുക്ക് കറിയൊന്നും കഴിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മളുടെ ഒരു സെൻസ് എന്ന് പറയുന്നത് പാമ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സൂപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണെന്നുള്ള തോന്നൽ വന്നിട്ട് ഞാൻ വെറുതെ ചോറ് മാത്രം കഴിക്കുകയും അതേപോലെ തന്നെ ചൂടുവെള്ളം കറിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അത് നമ്മുടെ ഒരു കുഴപ്പമാണ്, നമ്മുടെ ലിമിറ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയൊക്കെയുള്ള അവരുടെ ഭക്ഷണ സംസ്കാരമായിട്ട് ഇഴുകിച്ചേർന്ന് അതൊക്കെ കഴിക്കാനായിട്ട് കഴിയുന്നത് ആണ് നല്ലത്. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകൾക്കൊന്നും കഴിയാറില്ല. ഇത് മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെ പോയാൽ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കൊണ്ടുവരുമ്പോഴാണ് അത് കുഴപ്പത്തിലേക്ക് വരുന്നത്, സംഘർഷത്തിലേക്ക് വരുന്നത്. ഇഷ്ടമില്ലാത്ത ഭക്ഷണം ആരെങ്കിലും കഴിക്കും? ആരും കഴിക്കില്ല. പക്ഷേ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ടും കഴിപ്പിക്കാനായിട്ടും കഴിക്കാതിരിക്കാനും വേണ്ടിയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാളെടുക്കുമ്പോഴാണ് അത്
സംഘർഷാത്മകമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ നിർമ്മിക്കുന്നത്. BJP യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJPക്ക് കുറേ കഴിയുമ്പോൾ BJP തന്നെ ഈ ബീഫ് വിളമ്പുന്ന പാർട്ടിയായിട്ട് മാറും. കാരണം അവർക്ക് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർക്കറിയാം ഇതൊന്നും ശരിയല്ല. കാരണം ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റി അയക്കുന്നതിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനമുള്ളത് BJPയുടെ പല പ്രമുഖരായിട്ടുള്ള വ്യവസായികൾക്കുമാണ് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്ന കാര്യം. അവർ BJP ആയിട്ടല്ല ചെയ്യുന്നത്, അവർ വ്യവസായികളാണ്. വ്യവസായികൾക്ക് ബീഫ് കയറ്റി അയക്കണം, അതുകൊണ്ട് അവർ കയറ്റി അയക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ BJP എന്ന് പറയുന്ന അവൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബീഫ് നിരോധിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ബീഫ് കയറ്റി അയക്കാൻ പറ്റും? പറ്റില്ലല്ലോ. പക്ഷേ അവിടെയൊക്കെയെന്ന് വെച്ചാൽ വ്യവസായത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ച് അവർ വ്യവസായം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട് അനുവദിക്കുക എന്ന് പറയുന്നത്. അത് അനുവദിക്കാത്ത ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടും എന്ന നിലയുള്ളതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തതാണ്. കോൺഗ്രസ്സിന് വോട്ട് കിട്ടാതിരുന്ന സമയത്ത് ബീഫിനെതിരെ അവർ സംസാരിച്ചു. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബീഫിന് വേണ്ടി സംസാരിക്കും. ഇപ്പം ബീഫിന് വേണ്ടി സംസാരിക്കുന്നതും ബീഫിനെതിരെ സംസാരിക്കുന്നതും വോട്ട് കിട്ടാൻ വേണ്ടി മാറുമ്പോഴാണ് അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം മാത്രമായിട്ട് മാറത്തിരുന്നത്. അത് മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തെ നിഷേധിക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യന് അവൻ്റെ സോബർ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇതിനെ പരിശോധിച്ചാൽ അവൻ BJPയോ അല്ലെങ്കിൽ CPM കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ എന്നുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് അവനൊരു സോബർ ഇൻഡിവിജ്വൽ മാത്രമാണ്. അവൻ ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ അവന് പറയാവുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കഴിക്കട്ടെ, എന്തിനാണ് അതിനെ നിരോധിക്കാനും നിഷേധിക്കാനുമായിട്ട് പോകുന്നത് എന്നതായിരിക്കും അവർ ചോദിക്കുന്നത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവും അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ മാറേണ്ടതൊരാവശ്യമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു എതിർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ പശുവിനെ വെട്ടി ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്തൊരു മോശമായ കാര്യമാണ് എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അതവരുടെ ഒരു വൈകാരിക പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. പശുവിനെ എന്ന് പറയുന്നത് ആരാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഗോമാതാവിനെ ആരാധിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഗോമൂത്രവും ചാണകവും ഒക്കെ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളായിട്ട് പോലും അവർ കണക്കാക്കുന്നത് അതൊരു വിശ്വാസ പ്രശ്നമായിട്ട് ഇവിടെ. പക്ഷേ അത് അവർ കൊണ്ടു നടക്കട്ടെ, അതില്ലാത്ത ആൾക്കാരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആസാമിൻ്റെ പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് ബീഫിനോട് പ്രേമമോ അതേപോലെ തന്നെ വിപ്രവൃത്തിയോ ഒന്നുമില്ല എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ അതിന് വേണ്ടിയേക്കും, ചിലപ്പോൾ എതിരായിട്ട് നിൽക്കും. അവരുടെ അടിത്തറ എന്ന് പറയുന്നത് വോട്ടും അധികാരവും മാത്രമാണ്. അപ്പോൾ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതിനെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതും രണ്ടും ഒരേപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഈ വിഷയം കൊണ്ടുപോകരുത് എന്നതാണ് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. തീർച്ചയായും.